ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. IELTS എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ചിലപ്പം ഒന്നോ രണ്ടോ വട്ടമൊക്കെ എഴുതി പോയ കുറേ ആൾക്കാരുണ്ട്. ഞാനും ഒരു രണ്ട് വട്ടമൊക്കെ എഴുതി എനിക്കും പോയ ഒരു കേസുണ്ട്. അപ്പം ഞാൻ എന്താ പറയുക വെച്ചാൽ നമുക്കിങ്ങനെ യൂട്യൂബിൽ ഒത്തിരി സൈറ്റ്സ് ഉണ്ടാവുക, യൂട്യൂബിലല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി സൈറ്റ്സ് ഉണ്ട്. നമുക്കിങ്ങനെ എന്താ പറയുക പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എക്സാക്റ്റ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതുപോലെ തന്നെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ അതായത് ഈ എക്സാക്റ്റ് ക്വസ്റ്റ്യനോ പ്രഡിക്ഷൻ ക്വസ്റ്റ്യനോ ഒക്കെ പോകുന്ന ആൾക്കാരോടാണ് അതൊരിക്കലും നിങ്ങൾ മേടിക്കരുത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊന്നും വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അല്ല. ജസ്റ്റ് അവർക്ക് അവരുടെ പൈസ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സാധനം ഇത്. നമ്മളിപ്പം അവർ പറയുകയാണ്, നമ്മളിപ്പം കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അവരെന്തായാലും പറയും. അതിൽ ഒത്തിരി ഫോളോവേഴ്സുള്ള ചാനൽസ് ഉണ്ട്. ഞാൻ എക്സാക്റ്റ് പേരൊന്നും പറയുന്നില്ല, ഫോളോവേഴ്സുള്ള ചാനൽസ് ഉണ്ട്. അവരിപ്പോൾ മെസ്സേജ് അയക്കുവാണെങ്കിൽ അവർ നമ്മളോട് പറയും ഞങ്ങൾക്ക് പിന്നെ നമുക്ക് ഇതിന് എക്സാക്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ എന്താ പറയുക ഇത്ര രൂപ പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് എക്സാക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4100 പേ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എക്സാക്റ്റ് ക്വസ്റ്റ്യൻസ് തരും. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താ നമ്മളിപ്പം അഥവാ ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരുമെന്നൊക്കെ പറയും. പക്ഷേ ആക്ച്വലി എക്സാം കഴിഞ്ഞ് നമ്മളവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യും. നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ വേറെ ഒരു വഴിയില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അവർ തന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എടുക്കത്തുമില്ല, നമ്മളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് IELTS പോലുള്ളതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും നമുക്ക് എക്സാക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരിടത്തുനിന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചതികളിൽ ആരും പോയി പെടരുത്. ഇൻസ്റ്റാഗ്രാം പോലുള്ളതിലൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടാകും, ടെംപ്ലേറ്റ്സ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ. പക്ഷെ ഒരിക്കലും അത് മേടിക്കരുത്, അത് വെറും ചതിയാണ്. നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല, അത് നമുക്ക് റാൻഡമായിട്ട് കിട്ടുന്നതാണ്. IELTSലെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് വെറുതെ ആരും അതിൽ കൊണ്ടുപോയി പൈസ കളഞ്ഞ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കരുത്. പിന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 വീക്കിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ്, അതായത് ഇപ്പം നിങ്ങൾക്കൊരു പാറ്റേൺ അറിയണം അല്ലെങ്കിൽ അതിൽ ബേസിക് കാര്യങ്ങൾ അറിയണം, അങ്ങനെയാണെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാനതിനുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിലും അല്ല പേപ്പർ ബേസ്ഡ് ആണെങ്കിലും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഈ തട്ടിപ്പിനുള്ളവർ നമ്മുടെ അടുത്ത് ചോദിക്കും നിങ്ങളുടെ സെൻറ്റർ എവിടെയാണ്, നമ്മുടെ സമയം ഏതാണ്, നിങ്ങൾ ഏതാണ് എടുക്കുന്നതെന്നൊക്കെ. അതൊക്കെ വെറും തട്ടിപ്പാണ്. ഒരിക്കലും നിങ്ങൾ ഇതിലൊന്നും പോയി ചാടരുത്. നിങ്ങൾക്കറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യാം.